ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ നമുക്കൊരു ഇന്റർവ്യൂ കാണാനിടയായി. തരുൺ മൂർത്തി, അതായത് തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറിന്റെ ഇന്റർവ്യൂവിലാണ് തരുൺ മൂർത്തി ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ സിനിമ ഫീൽ ഗുഡ് ആണെന്നൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇതൊരു ഫാമിലി ഡ്രാമ എന്നുള്ള നിലയിൽ എടുത്ത സിനിമയാണെന്നാണ് തരുൺ മൂർത്തി പറഞ്ഞത്. എന്നാൽ വേറൊരു കാര്യം കൂടെ തരുൺ മൂർത്തി ഇതിനോടൊപ്പം സൂചിപ്പിക്കുന്നുണ്ട്. വെളിയിൽ വേറൊരു വാർത്ത വരുന്നുണ്ട്, ഇത് ദൃശ്യം പോലെയാണ്, സെക്കൻഡ് പാർട്ടിൽ കുറച്ച് ഭയങ്കര രീതിയിലുള്ള ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, അത്രയും മറ്റേ രീതിയിലുള്ള ക്ലൈമാക്സ് ഒക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ വെളിയിൽ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും വിശ്വസിക്കേണ്ട, ഇതൊരു ഫാമിലി ഡ്രാമയാണ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കാണാമെന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു നല്ല രസിക്കുന്ന ഒരു ചിത്രമായി മാറുള്ളൂ എന്നാണ് തരുൺ മൂർത്തി അതിനകത്ത് പറഞ്ഞത്. അപ്പം തരുൺ മൂർത്തി പറഞ്ഞത് ഇത് ദൃശ്യം പോലത്തെ ഒരു സിനിമയല്ല എന്നുള്ള രീതിയിൽ തരുൺ മൂർത്തി പറയുകയുണ്ടായി. എന്നാൽ മോഹൻലാൽ ഇതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദൃശ്യം പോലത്തെ ഒരു സിനിമയാണ്. എന്നാൽ എന്തായിരിക്കും അതിലുള്ള യാഥാർത്ഥ്യമെന്ന് അന്വേഷിക്കുകയാണ് ഫാൻസുകാർ. കാരണം ഈ സിനിമയ്ക്ക് അത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ, 10 മണിക്കാണ് ഷോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഫാൻ ഷോ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഈ സിനിമ ഫാൻസുകാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത സിനിമയാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. എന്നാൽ പോലും തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ഫാമിലി ഡ്രാമയായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ എക്സൈറ്റ്മെന്റ് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബോണസ് ആയിട്ട് കരുതണമെന്നാണ് തരുൺ മൂർത്തി പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ നിങ്ങൾ അധികം പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ദൃശ്യം പോലൊരു സിനിമ നിങ്ങൾ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട സാധ്യത ഉണ്ട് എന്നാണ് തരുൺ മൂർത്തി പറയാതെ പറഞ്ഞത്. എന്നാൽ നമ്മളൊരു സാധാ ഫാമിലി ഡ്രാമ കാണാൻ പോകുന്നത് പോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് അതിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും തരുൺ മൂർത്തി അടിവരയിട്ട് പറയുന്നു. ദൃശ്യവും നമ്മൾ അതുപോലെയാണ് കണ്ടത്. ദൃശ്യം നമ്മളൊരു ഫാമിലി ഡ്രാമ കാണാൻ പോകുന്ന രീതിയിലാണ് പോയി കണ്ടത്. അവസാനം ആ ട്വിസ്റ്റും ക്ലൈമാക്സും ഒക്കെ വരുമെന്നുള്ള രീതി നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ തുടരുമെന്ന സിനിമയും സമീപിക്കേണ്ടത്. അല്ലാതെ എമ്പുരാൻ പോലെ നമ്മൾ അതിനെ ഒരു മോസ്റ്റ് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉള്ള സിനിമയായിട്ട് നമ്മൾ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു അടി നമുക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അതിന് സംഭവിക്കുന്നത്. നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കുക, അതിൽ കിട്ടുന്നത് പകുതിയാണെങ്കിൽ പോലും നമുക്ക് അത്രത്തോളം അതിന്റെ എക്സൈറ്റ്മെന്റ് ഫാക്ടേഴ്സ് നമുക്ക് വർക്ക് ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ ഫാമിലി ഡ്രാമയാണ് കാണാൻ പോകുന്നത്. എന്നാൽ നമുക്ക് കിട്ടുന്നത് കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളും കൂടെ കിട്ടുകയാണെങ്കിൽ അതൊരു ബോണസ് പോയിന്റ് ആയിട്ട് നമുക്ക് കരുതുകയും നമുക്ക് അത്രയും എക്സൈറ്റിംഗ് കൂടുകയും ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് തരുൺ മൂർത്തി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. തരുൺ മൂർത്തി ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ചെറിയ നമ്മുടെ റിയൽ ലൈഫ് ഇൻസിഡൻസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ആയിട്ടാണ് തരുൺ മൂർത്തി പറയുന്നത്. എന്നാൽ ഇതിനകത്ത് ചെറിയ എക്സൈറ്റ്മെന്റ് ഫാക്ടേഴ്സ് ഉണ്ട് തരുൺ മൂർത്തി പറയുന്നുണ്ട്. അത് ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ ആൻസൈറ്റി ആക്കണ്ട, കൂടുതൽ ആൾക്കാർക്ക് അതെന്താണെന്നുള്ള ചിന്ത കൊണ്ടുവരണ്ട, കൂടുതൽ ഹൈപ്പിലോട്ട് ഈ സിനിമയെ എത്തിക്കണ്ട എന്നുള്ള രീതിയിലാണ് തരുൺ മൂർത്തി അത് പറഞ്ഞതെന്നാണ് എൻ്റെ തോന്നൽ. കാരണം തരുൺ മൂർത്തിയുടെ സംസാരത്തിൽ തന്നെ അതുണ്ട്. തരുൺ മൂർത്തിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ 2 സിനിമ കണ്ടിട്ടുണ്ട്, സൗദി വെള്ളക്കയും പിന്നെ നമ്മുടെ അതിൻ്റെ പേരെന്താണെന്ന് പറയുന്നത്, ഒരു സൈബർ ക്രൈമൊക്കെ കാണിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്. പേര് പെട്ടെന്ന് വായിൽ വരുന്നില്ല. എന്നാൽ പോലും ആ 2 സിനിമകൾ നമുക്ക് തിയേറ്ററിൽ നമ്മൾ ആ സൈബർ ക്രൈമുള്ള സിനിമ നമ്മൾ തിയേറ്ററിൽ ത്രില്ലടിച്ചിരുന്ന് കണ്ട സിനിമയാണ്. എന്നാൽ സൗദി വെള്ളയ്ക്ക അതൊരു അവാർഡ് ലഭിച്ച സിനിമയുമാണ്. അവാർഡ് ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും അതൊരു കൊമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് കുറഞ്ഞ സിനിമയാണ്, അതിന് അവാർഡ് ലഭിച്ച സിനിമയാണ്. അപ്പം കഴിവ് തെളിയിച്ച സംവിധായകൻ തന്നെയാണ് തരുൺ മൂർത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തരുൺ മൂർത്തി ലാലേട്ടന്റെ കൈ കിട്ടുമ്പോഴത്തേക്ക് വീണ്ടും ആ കൊമേഴ്ഷ്യൽ അല്ലാത്ത എലിമെന്റ്സ് കൊണ്ടുവരുമോ, അതോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലിമെന്റ്സ് കൊണ്ടുവരുമോ, അതോ മിക്സഡ് ആയിട്ടുള്ള ഇതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്, യാതൊരു സംശയവുമില്ലാതെ ഉറപ്പിച്ച് പറയാം. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.